മഹാഗുരുശരണം. ഇന്ന് 2025 ജൂൺ മാസം 18 ബുധനാഴ്ച. ഞങ്ങൾ തിരുവണ്ണാമല ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഭയങ്കര പവർഫുള്ളായിട്ട്, ഉണ്ണാമല അമ്മൻ കോവിൽ എന്ന് പറഞ്ഞാൽ കാർത്തിക ദീപം പോകുന്ന വഴിക്കാണ് ഈ ക്ഷേത്രം. മുലപ്പാൽ തീർത്ഥത്തിനടുത്താണ്. ഇവിടെ അപൂർവം ഭാഗ്യം ചെയ്തവർ മാത്രമേ ഇവിടെ വരുള്ളൂ. കാര്യം സ്കന്ധാശ്രമത്തിൽ വരും, വിരൂപാക്ഷ ഗുഹയിൽ വരും. പക്ഷേ ഇവിടെ അപൂർവം ആൾക്കാരെ വരുള്ളൂ. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അതൊരു അനുഭവം വന്നു. അന്ന് ഞാൻ വീഡിയോ ചെയ്തില്ല. അപ്പം അന്നേ ഞാൻ പറഞ്ഞിരുന്നു വലിയ താമസിക്കാണ്ട് ഇവിടെ വരേണ്ടി വരുമെന്ന് ഞാൻ അറിയിച്ചിരുന്നു. അപ്പം അതിന് കാരണം ഇവിടെ വെച്ച് കിട്ടിയ ഇൻഡ്യൂഷനായിരുന്നു. ഈ ഉണ്ണാമല അമ്മൻ കോവിലിൽ വെച്ച് കിട്ടിയ ഇൻഡ്യൂഷനായിരുന്നു. ഇവിടെ ഇത് ചെയ്യുന്നത് ശ്രീ ശേഖർ സ്വാമിയാണ്. അപ്പോൾ അവിടുത്തെ ബോർഡ് ഞാൻ കാണിക്കാം. ഇതാണ് ഉണ്ണാമല അമ്മൻ ബോർഡ്. ഇവിടുത്തെ അമ്പലത്തിലെ ഉങ്ങളെ കാട്ടുമാട്ടെ, ഭയക്ക വേണ്ട. അപ്പോൾ ഇവിടെ ഇവിടെ താഴത്ത് എൻ്റെ വൈഫൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ കാണിക്കുമെന്ന് പേടിച്ചിരിക്കുക. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഇത് കാർത്തിക ദീപം പോകുന്ന വഴിയാണ്. അങ്ങനെ കൂടി വന്ന് കാർത്തിക ദീപം പോകുന്ന വഴിയാണിത്. ഇവിടെ അതുകൊണ്ട് പോകാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാർത്തിക പൗർണമിക്ക് കാർത്തിക ദീപം പോണത് ഇങ്ങനെ കൂടിയാണ്. ഇവിടെയാണ് മുലപ്പാൽ തീർത്ഥം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് ഉണ്ണാമല അമ്മൻ ടെമ്പിൾ. വളരെ ചെറിയൊരു അമ്പലമാണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരിതാണ്. ഭാഗ്യമുള്ളവർ ഇവിടെ വന്ന് തൊഴുക. ഇവിടെ ശ്രീ ശേഖർ സ്വാമിയാണ് കേട്ടോ. വളരെ ചെറിയ അമ്പലമാണ്. അദ്ദേഹം 11ാമത്തെ തലമുറയാണ് ഇപ്പോൾ. അപ്പോൾ വളരെ പവർഫുൾ. അതുപോലെ ഇവിടെ ചരടൊക്കെ ജപിച്ചു തരും സ്വാമി. ഇവിടെയാണ് ദേവി. അതൊന്നും അകത്തൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ ചെറിയ പ്രദക്ഷിണ വഴിയുണ്ട്. ഈ കാണുന്ന വഴി വിരൂപാക്ഷ ഗുഹ സ്കന്ധാശ്രമത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പവർഫുള്ളായിട്ട് തോന്നി ഈ സ്ഥലം. അപ്പോൾ ഇതെല്ലാവരെയും പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ രാവിലെ ഉദയം തൊട്ട് സ്വാമി ഇവിടെ കാണും. തീർച്ചയായിട്ടും വന്ന് ഇവിടുത്തെ ആ ദേവിയുടെ അനുഗ്രഹം വാങ്ങുക കേട്ടോ. ഈ കാണുന്ന ഇവിടെ താമസിക്കുന്ന ഇതാണ്. ഇവിടെ ഈ ഒരു കണ്ട ഫോട്ടോ കണ്ട. ഈ സ്വാമി മഹാശിവരാത്രിക്ക് ഇവിടെ ആ ദേവിയുടെ നമ്മൾ കോമരം വെളിച്ചപ്പാടെന്ന് പറയില്ലേ, അതുപോലെ ഇവിടെ അതിൻ്റെ സങ്കല്പമുണ്ട്. അപ്പോൾ അത് ശിവരാത്രിക്ക് അദ്ദേഹം ഈ രീതിയിലായിരിക്കും ദർശനം നൽകുന്നത് കേട്ടോ. അതറിയിക്കുകയാണ്. ഇതാണ് ശ്രീമതി ഗായത്രി ജി, നമ്മുടെ നാരായൺ ബി പയുടെ അമ്മയാണ് കേട്ടോ. എൻ്റെ ഇതാണ് ശേഖർ സ്വാമി. നല്ല ഭയങ്കര ഭക്തനാണ്. അദ്ദേഹത്തിന് ദേവിയുടെ അരുൾപ്പാട് കിട്ടിയ ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ താല്പര്യം പറഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സ്വാമി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വരുന്ന്. ലാസ്റ്റ് വന്നത് ജൂൺ 3 ഇന്നേക്ക് ജൂൺ 18. 15 നാളേക്കുള്ള എങ്കിൽ അമ്മ കൊണ്ടുവന്ന് വെച്ചാച്ച്. ഇത് എന്നോட ഫോളോവേഴ്സ് இருக்கு நிறைய மலையாளத்துக்கு நாட்டில். நான் யூடியூப் பண்ணுறாங்க. ஏதாவது இங்கே பயங்கர பவர்ஃபுல்லான இடம். அதனால ஆளுகள் கொஞ்சம் பாக்கியம் இருந்தவர் மட்டும்தான் இங்கே வர்றாங்க இல்லையா? உங்களுக்கு அப்படி தோணி இருக்கு. ஏதாவது 2 வாக்கு அம்மாவை பற்றி பேசுவாங்களா? அம்மாவை பற்றி அப்போ சாமி 2 வாக்கு ஒரு அல்ல അനുഗ്രഹം சொல்லுங்க. അപ്പോൾ സ്വാമി ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് പറയുന്നു. പക്ഷേ അദ്ദേഹം വളരെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് പ്രസാദമൊക്കെ തരുന്നത്. ചരട് ജപിച്ചു തരും. എൻ്റെ കയ്യിലൊക്കെ ചരട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരിക. ഭാഗ്യമുള്ളവർ ഇവിടെ വന്നിട്ട് അമ്മയുടെ ഇവിടെ ആരതി ഇത് ചെയ്യുക, യഥാശക്തി ഇത് ചെയ്യുക. ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അകത്ത് വെക്കുന്ന ദക്ഷിണ സ്വാമി ദാനം ചെയ്യുകയാണ്. അത് നമ്മൾ കണ്ടിട്ടില്ല. അകത്ത് തട്ടത്തിയിടുന്ന ഇത് തിരുനങ്കൈ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തിരുനങ്കൈ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവർക്ക് ദാനം ചെയ്യുകയാണ് സ്വാമി. അല്ലാണ്ട് സ്വാമിക്ക് കൊടുക്കുന്നത് ഞങ്ങൾ GPay ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക. അത് വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. സന്താന സൗഭാഗ്യത്തിനൊക്കെ വളരെ ഇതായിട്ടുള്ള ക്ഷേത്രമാണ് മുലപ്പാൽ തീർത്ഥം. ഈ അമ്മയുടെ കാലിക്കുടി അല്ലേ സ്വാമി? ഉണ്ണാമലയമ്മൻ அந்த கால்பாதத்திலூടെ அந்த முலைப்பால் தீர்த்தம் போறாங்க இல்ல? தீர்த்தம் போயிட்டு இருக்கு. இங்க கார்த்திகை தீபம் அங்க നിന്ന് வர்றாங்க, அந்த മേലെ നിന്ന് വരുന്നു. അപ്പോൾ സ്വാമി ഇത്രയും പറഞ്ഞ് എല്ലാവരും ഉണ്ണാമല അമ്മൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക. ഈ ഒരു വീഡിയോ എനിക്ക് പബ്ലിക്കിനെ അറിയിക്കണമെന്ന് തോന്നി. ഇവിടെ നിന്ന്
താഴെ നിന്ന് എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് 450 മീറ്ററേ ഉള്ളൂ ഇവിടെ. എന്താ കോവിൽ ഇതിർക്കല്ല. മേൽക്ക് മലയേറുന്ന വഴി എന്ന് പറഞ്ഞാൽ കാർത്തിക ദീപം വരുന്ന വഴിയാണ് ഇവിടെ ഉള്ളത്. കാർത്തിക ദീപം വരുമ്പോൾ നീങ്ക എന്താ ഇത് കാട്ടിട്ട് താ മേലെ പോറാങ്ക അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ പവർഫുൾ ആയിട്ടുള്ള വേറെ സ്ഥലമുണ്ട്, എനർജറ്റിക് എനിക്ക് ഫീൽ ആകുന്നു. എന്നെ കൊണ്ടുവന്ന ശ്രീനിവാസൻജിയോടും പറഞ്ഞു നമ്മൾ സാധാരണ കയറുന്നുണ്ട്, പക്ഷെ പവർഫുൾ ആയിട്ട് ഇവിടെ വേറെ എന്തോ ഉണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം സാമിനെ കണ്ടപ്പോൾ അതിൻ്റെ സീക്രട്ട് എനിക്ക് മനസ്സിലായി. അന്ന് വീഡിയോ ചെയ്തില്ല, ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും വരിക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ സ്വാമി. എല്ലാവർക്കും ഈ ഉണ്ണാമല അമ്മൻ ഇത് കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മൂലസ്ഥാനമാണെന്ന് പറയുന്നത്, ദേവിയുടെ മൂലസ്ഥാനമാണ് ഇത്. സ്വാമി 11th ജനറേഷനാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ, പൂർണ്ണ ആരോഗ്യം, സ്വാതന്ത്ര്യമായിട്ട് നടക്കാനുള്ള സൗകര്യം അനുഗ്രഹം കിട്ടട്ടെ. പിന്നെ സത്സന്താന സൗഭാഗ്യം കിട്ടട്ടെ. കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി, സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ. അതുപോലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന സർവീസിലോ ജോലിയിലോ പ്രൊഫഷനിലോ അവർ ജോയിൻ ചെയ്ത് അവർക്ക് നല്ലൊരു കുടുംബജീവിതം, നല്ല ജീവിത പങ്കാളിയെ കിട്ടി നല്ലൊരു കുടുംബജീവിതം കിട്ടാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും ഓരോരുത്തരും ചെയ്യുന്ന ഉദ്യോഗമാകട്ടെ ബിസിനസ് ആകട്ടെ അതിൽ ഉത്തരോത്തരം അഭിവൃദ്ധിക്ക് ഈ അമ്മയുടെ നടയിലിരുന്ന് ഞാൻ സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹം. കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഈ അമ്മ അത്രയ്ക്ക് പവർഫുള്ളാണ്. കാളിയമ്മൻ ടെമ്പിൾ, ഉണ്ണാമല അമ്മൻ. ഇവിടെ ഇതെടുക്കുന്നത് ശരിയല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. പക്ഷെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ വന്നിരിക്കണം 3ാമത്തെ പ്രാവശ്യം. ഈ 3ാമത്തെ പ്രാവശ്യം വന്നപ്പോഴും ആദ്യം എന്നെ ഇവിടെ കൊണ്ടുവന്ന ശ്രീനിവാസൻ ഈ ശ്രീമതി ദിവ്യ ദമ്പതികളുമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അവരും വരുന്നത്, ഞങ്ങളും അങ്ങനെ. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വന്ന്, അവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. പിന്നെ അതുകൂടാണ്ട് ഞാനും വൈഫും ഉണ്ട്. ശ്രീ നാരായൺ ബി പയ്യും അദ്ദേഹത്തിൻ്റെ മദർ, നേരത്തെ കണ്ട ശ്രീമതി ഗായത്രിജി, അവർ ടീച്ചറാണ്. അപ്പോൾ അങ്ങനെ വരാനുള്ളൊരു സൗഭാഗ്യം സിദ്ധിച്ചു കേട്ടോ. അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഇടം, പറയാണ്ടിരിക്കാൻ പറ്റുകയില്ല. കാര്യം ഭയങ്കര പവർഫുള്ള്. അമ്മേനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. ഫോട്ടോ എടുക്കാമെന്നാ. അപ്പോൾ അമ്മേരെ ഞാൻ കാണിക്കേണ്ട അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ ഇവിടെ കുറേ ചരടുകൾ ഇതൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 15 മിനിറ്റ് മുകളിലേക്ക് നടക്കാനുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും വരണം, വന്നിട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കണം, ഇവിടെ തൊഴണം. കാര്യം അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള സ്ഥലം. അതിവിടെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ. ഓക്കെ. സ്വാമിയുടെ അനുഗ്രഹം, ബ്ലെസ്സിങ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അദ്ദേഹം അറിയാണ്ട് തന്നെ കൈ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക. ഞങ്ങളോട് വേറൊരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ. ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. അദ്ദേഹം അമ്മയുടെ പൂജ കഴിഞ്ഞ് നിൽക്കണം. മുഖത്തെ ഐശ്വര്യം തന്നെ നോക്കൂ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.